ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. കർഷകർ ആദരിക്കപ്പെടുമ്പോൾ റേഡിയോ കർഷക ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി ദേവികുളം നിലയം അവതരിപ്പിക്കുന്ന ചിത്രീകരണം. രചന ആന്റണി മുനിയറ. ആഖ്യാനം പ്രഫുൽ ഷിജി. ഗാനാലാപനം അജീഷ് തായില്യം. നിർവഹണം മാത്യു ജോസഫ്. കർഷകർ ആദരിക്കപ്പെടുമ്പോൾ. ഒന്നാം കണ്ടത്തിൽ തഴുക നിരത്തി തകതെയ്തും തെയ്താരാ തഴുകപ്പുറമേ കേറടി പെണ്ണേ തകതെയ്തും തെയ്താരാ തഴുകപ്പുറത്തു നിന്നാടടി പെണ്ണേ തകതെയ്തും തെയ്താരാ. ഒന്നാം കണ്ടത്തിൽ തഴുക നിരത്തി തകതെയ്തും തെയ്താരാ തഴുകപ്പുറമേ കേറടി പെണ്ണേ തകതെയ്തും തെയ്താരാ തഴുകപ്പുറത്തു നിന്നാടടി പെണ്ണേ തകതെയ്തും തെയ്താരാ. വടക്കു വടക്കു വടകര പുഞ്ചേ തകതെയ്തും തെയ്താരാ ചവറുവെട്ടാൻ പോയ കന്യകളേഴും തകതെയ്തും തെയ്താരാ ചവറുവെട്ടാൻ പോയ കന്യകളേഴും തകതെയ്തും തെയ്താരാ. ഒന്നാം കണ്ടത്തിൽ തഴുക നിരത്തി തകതെയ്തും തെയ്താരാ തഴുകപ്പുറമേ കേറടി പെണ്ണേ തകതെയ്തും തെയ്താരാ തഴുകപ്പുറത്തു നിന്നാടടി പെണ്ണേ തകതെയ്തും തെയ്താരാ. വടക്കു വടക്കു വടകര പുഞ്ചേ തകതെയ്തും തെയ്താരാ ചവറുവെട്ടാൻ പോയ കന്യകളേഴും തകതെയ്തും തെയ്താരാ ചവറുവെട്ടാൻ പോയ കന്യകളേഴും തകതെയ്തും തെയ്താരാ. ഒന്നാം കണ്ടത്തിൽ തഴുക നിരത്തി തകതെയ്തും തെയ്താരാ ഒന്നാം കണ്ടത്തിൽ തഴുക നിരത്തി തകതെയ്തും തെയ്താരാ. റേഡിയോ കിസാൻ ദിവസ്. കർഷകർക്കൊപ്പം എന്നും റേഡിയോ. എക്കാലത്തും കർഷകർക്ക് അറിവും ആത്മവിശ്വാസവും പകരുന്ന നല്ല സുഹൃത്താണ് റേഡിയോ. രാജ്യത്തിൻ്റെ തന്നെ നട്ടെല്ലായ കർഷകർക്ക് വഴികാട്ടിയാകുന്നതിനും അവരെ അംഗീകരിക്കുന്നതിനുമായി ഫെബ്രുവരി 15 രാജ്യത്തുടനീളം റേഡിയോ കിസാൻ ദിവസ് ആഘോഷിക്കുന്നു. കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ കാർഷിക പ്രവൃത്തികൾക്ക് ആകാശവാണി നൽകുന്ന പിന്തുണയും പ്രോത്സാഹനവും എക്കാലവും ശ്രദ്ധേയമാണ്. കർഷകർ സമൂഹത്തിന് നൽകുന്ന സംഭാവനകളെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും യുവ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ പുണ്യപ്രവൃത്തികൾക്കും രാജ്യത്തിലെ സകല ജനങ്ങളോടുമുള്ള സേവനത്തിനും നൽകുന്ന ആചാരസൂചകമായിട്ടാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. സിബി മാളിയേക്കൽ, മാനേജിംഗ് ഡയറക്ടർ, ഗ്രീൻ ഹൈറേഞ്ച് കർഷക കൂട്ടായ്മ, പഴയരിക്കണ്ടം. കാർഷിക ആയിട്ടുള്ളതും കാർഷികേതര ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസും കൂടാതെ ലൈവ്ലിഹുഡ് വരുമാന വർധന പദ്ധതികൾ, ഇങ്ങനെയുള്ള പല പദ്ധതികൾ നമ്മൾ ആവിഷ്കരണം ചെയ്യുകയും ചെയ്തു. ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ചെയ്യുന്നുണ്ട്. എന്റെ മേജർ വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി ഇടുക്കി രൂപത സാമൂഹ്യക്ഷേമ വിഭാഗമായ ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രോജക്ട് മാനേജറായിട്ടാണ്. ഞാൻ ആ സൊസൈറ്റിയുടെ കീഴിൽ വിവിധ പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതിന്റെ കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ കംപ്ലീഷൻ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി അതാത് ഏജൻസികൾക്ക് സബ്മിറ്റ് ചെയ്യുന്നു. ഇതാണ് മെയിൻ ആയിട്ടുള്ള പ്രവർത്തന മേഖല. ഇതിന് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇതുപോലുള്ള പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാൻ കിട്ടുന്ന ഒരു അവസരം നമ്മുടെ ചുരുങ്ങിയ ജീവിതകാലത്തിനുള്ളിൽ കിട്ടുന്ന ഒരു അവസരമാണ്. ആ അവസരത്തെ ഞാൻ തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടു കൂടി നടത്തും. ശ്രീ ഈ കാർഷിക രംഗം വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. എവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും കർഷകരെല്ലാവരും സങ്കടത്തിന് നടുവിൽ. അപ്പോൾ താങ്കളുടെ നേതൃത്വത്തിൽ ഒരു കർഷക കൂട്ടായ്മ ഉണ്ടാക്കുകയും കർഷകർ കൂടുതൽ കരുത്തോടുകൂടി രംഗത്തിറങ്ങണമെന്ന് ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്തു. അത് ഒരു ചലനാത്മകമായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു. എവിടെയായിരുന്നു അത്?
തീർച്ചയായിട്ടും അത് ഇടുക്കി കഞ്ഞിക്കുഴിയിൽ എൻ്റെ സ്വന്തം സ്ഥലത്ത് തന്നെ വിവിധ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ നബാർഡിന്റെ നേതൃത്വത്തിൽ ചെയ്യാനുള്ള അവസരം ഞങ്ങളുടെ സൊസൈറ്റി വഴി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ അവസരത്തിൽ ഞാൻ വിചാരിച്ച ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ കർഷകർ ദുരിതം അനുഭവിക്കുന്നു. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല. അവർ എന്ത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാലും അത് കൊണ്ടുപോയി മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മളുടെ ആൾക്കാരെ, എന്റെ സഹോദരങ്ങൾ ഉൾപ്പെടെ ജോലി ചെയ്യുന്നുണ്ട് കൃഷി ഒരു പ്രൊഫഷണലാക്കി എടുത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ആ പ്രൊഫഷണലിസം ആരും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഗവൺമെന്റ് ഇതര സ്ഥാപനങ്ങളോ അതിനെ ഈ അടുത്ത കാലങ്ങളിലാണ് അത്രയും ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കാൻ തുടങ്ങിയത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു കമ്പനി വരണം എന്നുള്ള എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. അതനുസരിച്ച് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ കർഷകരെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഒരു കർഷക കമ്പനി രൂപീകരിക്കാനായിട്ടുള്ളൊരു മുൻകൈ എടുക്കുകയും അതിനനുസരിച്ച് ഗ്രീൻ ഹൈ റേഞ്ച് എന്നൊരു കമ്പനി ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. ആ കമ്പനി വഴി കുറെ ആൾക്കാർക്ക് ഷെയർ ഹോൾഡർ എടുത്തുകൊണ്ട് അതിന്റെ പ്രൈമറി ഘട്ടത്തിലാണ് ഇപ്പോൾ. ഒരു 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ കമ്പനി തീർച്ചയായിട്ടും വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് ഒരു ലാഭത്തിലെത്തും. ചെറിയ രീതിയിലുള്ള ലാഭമാണെങ്കിലും കർഷകർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. എന്താണ് കമ്പനിയുടെ പേര്? ഗ്രീൻ ഹൈ റേഞ്ച് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് എന്നാണ്. അടുത്ത നാളിൽ ശ്രദ്ധേയമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരങ്ങൾ ലഭിക്കണ്ടായി അല്ലേ? തീർച്ചയായിട്ടും. എന്തായിരുന്നു ഇത്? നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കേരളത്തിൽ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി 2 കമ്പനികളെ തെരഞ്ഞെടുത്തു. അതിൽ ഒന്നായിരുന്നു നമ്മുടെ ഗ്രീൻ ഹൈ റേഞ്ച് കമ്പനി. ഗ്രീൻ ഹൈ റേഞ്ച് കമ്പനിയുടെ പ്രവർത്തനം വലിയ രീതിയിൽ അങ്ങ് പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സമയമെടുക്കുമെങ്കിലും പക്ഷെ അതിന്റെ പ്രവർത്തനത്തിന്റെ ഒരു സ്റ്റൈലും പ്രവർത്തനത്തിന് കർഷകർക്ക് വേണ്ടി ചെയ്യുന്ന സേവനവും ആ രീതിയിലുള്ള അംഗീകാരം കിട്ടിയത് കൊണ്ട് നമുക്ക് ആ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടി. അത് ഏറ്റവും വിലമതിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സന്തോഷമുള്ള ഒരു വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ അതിനെ എല്ലാവരും. ഇടുക്കിയിലെ ഒരു കൊച്ചു ഗ്രാമമായ പഴയരിക്കണ്ടത്ത് നിന്ന് നമുക്ക് ഡൽഹിയിലേക്ക് എത്താനും നമ്മുടെ കമ്പനിയുടെ പേര് അവിടെ പരാമർശിക്കപ്പെടാനും കഴിഞ്ഞു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. കാർഷിക രംഗം ഇത്തരത്തിലുള്ള ഒരു മുരടിപ്പിനെ നേരിടുമ്പോൾ താങ്കൾക്ക് എന്താണ് പോസിറ്റീവായിട്ട് പറയാനുള്ളത്? പോസിറ്റീവായിട്ട് പറയുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാനുള്ളതുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർഷകർ എന്നും അധ്വാനിക്കുന്ന ഒരു ജനവിഭാഗമാണ്. അവര് ഇങ്ങനെയുള്ള കമ്പനികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനങ്ങൾ വരുമ്പോൾ ആദ്യം അവർ വളരെ ഊർജ്ജസ്വലതയോടെ നിൽക്കും. അതിനുശേഷം പതിയെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇവര് പെട്ടെന്ന് തന്നെ അതിന് ഒരു ബുദ്ധിമുട്ടായി അതിനെ പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. അത് സാധാരണ കർഷക കമ്പനികളിൽ മാത്രം നടക്കുന്ന ഒരു കേസാണ്. അപ്പോൾ അതിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് വിവിധ തലങ്ങളിലുള്ള എക്സ്പീരിയൻസും അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികളുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കുന്നതുകൊണ്ട് എനിക്കറിയാം ഇങ്ങനെ ഈ കമ്പനികളിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് വളരെ ക്ഷമയോടുകൂടി വളരെ പക്വതയോടുകൂടി ഇവരെ എല്ലാം ഒരു 2-3 കൊല്ലക്കാലം പിടിച്ചു നിർത്തിയതിനു ശേഷമാണ് ഈ കമ്പനി പൂർണ്ണസ്ഥായിലെത്തി 3 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിന് ശേഷമാണ് വിവിധ പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ കമ്പനി തീർച്ചയായിട്ടും ആ നെഗറ്റീവ് ഇതിൽ നിന്ന് കർഷകരെ എപ്പോഴും ചിന്തിക്കുന്ന ആ രീതിയിൽ നിന്ന് കുറച്ച് മാറ്റം വരും. ഇത് ഡെവലപ്പ് ആകും. കാരണം കർഷകരുടെ ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് 3 വർഷം കഴിയുമ്പോൾ എടുത്തു തുടങ്ങാം. ചെറിയ രീതിയിൽ ഇതിനെ ഡെവലപ്പ് ആക്കി കൊണ്ടുവരാം. പിന്നെ ഇതിന്റെ ഒരു വേറൊരു നെഗറ്റീവ് ഇമ്പാക്ട് എന്ന് പറയുന്നത് കർഷകർ എപ്പോഴും യോജിപ്പായിട്ട് ഒരിക്കലും മുമ്പോട്ട് പോകില്ല. അവർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അവർ ഓടുന്ന സമയത്ത് അവര് അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ യോജിച്ച് മുമ്പോട്ട് പോകാനായിട്ട് പല ഘട്ടങ്ങളിലും ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതൊരു വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് ഞാൻ കാണുന്നു. പക്ഷെ ഇതിന്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇതിനെക്കാളും ഏറ്റവും കൂടുതലായിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ നമുക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തരുന്ന സഹായം അനുസരിച്ച് ഇതുപോലുള്ള കർഷക കമ്പനികൾ മുമ്പോട്ട് വന്നാൽ മിഡിൽ മാനിനെ ഒഴിവാക്കിക്കൊണ്ട്, അതായത് മിഡിൽ മാൻ എക്സ്പ്ലോയിറ്റേഷൻ നമ്മൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഈ കർഷകർക്ക് നേരിട്ട് അവരുടെ വിപണനം നടത്തുന്നതിനുള്ള സാധ്യതകൾ ഇതിനകത്ത് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പൊ താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ശൈശവാവസ്ഥയിലാണല്ലേ? അപ്പൊ കുറച്ചുകൂടി വൈകി കഴിയുമ്പോഴേക്കും മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക് മാറും, മറ്റുള്ള കർഷകർക്ക് ഒരു മാതൃകയാകും, പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയുമെന്നാണ്. ഇനി മറ്റൊരു കാര്യമുള്ളത് ധാന്യവിള കൃഷി. പ്രത്യേകിച്ച് ഈ കാർഷിക രംഗത്ത് കുടിയേറ്റ കർഷകര് ഭക്ഷ്യവിള കൃഷിക്ക് ധാന്യവിള കൃഷിക്കായിരുന്നു പ്രാമുഖ്യം കൊടുത്തിരുന്നത്. പക്ഷെ സമീപകാലത്തായിട്ട് കർഷകർ എല്ലാവരും ആശങ്കയോടുകൂടി കാണുന്ന കാര്യം കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ്. ഈ കൃഷിയിൽ നിന്ന് പിന്നോക്കം പോയില്ലെങ്കിൽ രക്ഷയില്ല എന്നൊരവസ്ഥയിൽ നാണ്യവിള കൃഷിയിലേക്ക് പോയി. കർഷകരെ കുറ്റം പറയാൻ പറ്റും. അപ്പോ എന്താണ് ഇതിന് പരിഹാരം? അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം ഇതിപ്പോ ഇന്നോ ഇന്നലെയോ ഉണ്ടായ ഒരു പ്രശ്നങ്ങളല്ല. കർഷകരുടെ ഇടയിൽ വന്യമൃഗങ്ങളോ അല്ലെ മറ്റുള്ള പ്രശ്നങ്ങളോ എന്നുള്ളത് അത് പണ്ട് കാലം മുതലും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്.
പക്ഷെ അതിന് പ്രതിവിധികൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് വിവിധ ഏജൻസികൾ, സർവീസ് പ്രൊവൈഡേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് യോജിച്ചുകൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കർഷകനെ മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് നോക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ചെറുധാന്യങ്ങൾ ഉപയോഗിക്കുന്ന കുടുംബങ്ങൾ ഇപ്പൊ ഇല്ല. അപ്പൊ എന്റെ കൃഷിയിടത്തിൽ തന്നെ ഞാൻ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്നത് എനിക്ക് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ വേണ്ടില്ല, ഞാൻ അതൊരു മാതൃകയാക്കി കുറച്ചു പേരെ കാണിച്ചു കൊടുക്കും. ഈ ചെറുധാന്യങ്ങളുടെ ഇല്ലായ്മ അല്ലെങ്കിൽ ഇത് അന്യം നിന്ന് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തും ആരോഗ്യപരമായ ഭവിഷ്യത്തിനെ പറ്റി ജനങ്ങളിൽ നിന്ന് ബോധവാന്മാരാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പൊ എന്റെ പറമ്പിൽ എന്റെ കൃഷി സ്ഥലത്ത് ഞാൻ 10 തരത്തിലുള്ള ചെറുധാന്യങ്ങൾ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. 10 തരത്തിലുള്ള കൃഷിധാന്യങ്ങൾ ചെയ്യുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊരു മാതൃകയാക്കാനും അത് കാണിച്ചു കൊടുക്കാനും, ഇത് അന്യം നിന്ന് പോകരുത്, ഇത് നമ്മുടെ സമൂഹം നേരത്തെ നമ്മുടെ മാതാപിതാക്കള് ചെയ്തു വന്നിരുന്ന സാധനമാണ്. അതിനെ നാണ്യവിളകളിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെയുള്ള ഫുഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് നല്ല ആരോഗ്യം കിട്ടുന്ന ഹെൽത്തി ഫുഡിനെ നമ്മൾ അവോയ്ഡ് ചെയ്ത് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു മെസ്സേജും കൂടെ അവർക്ക് കൊടുക്കുകയാണ്. മാത്രമല്ല മില്ലറ്റ്സ് ഇയർ കൂടിയിട്ടാണ് ഇതല്ലേ? ഇത് ഇന്റർനാഷണൽ മില്ലറ്റ്സ് ഇയർ ആണ്. അപ്പൊ ഈ രംഗത്ത് കർഷകർക്ക് പ്രതീക്ഷ പകരുന്ന ഒട്ടേറെ പദ്ധതികൾ ശ്രീ സിബി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഹൈ റേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രോജക്ട് മാനേജറായിട്ടാണ് ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. നബാർഡുമായിട്ട് ബന്ധപ്പെട്ട് നബാർഡിന്റെ പ്രോജക്റ്റുകളാണ് കൂടുതലായിട്ടും സൊസൈറ്റി വഴി ചെയ്യുന്നത്. തനദിന ദീന ദിന ദിന തനദിന ദിന തെന്നാര 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 ലെലെ ലെലുനി നമ്പിന തകുലെ ലെലുനി നമ്പിന ലെലെ ലെലുനി നമ്പിന തുകലെ ലെലുനി നമ്പിന കമ്പടു പെണ്ണെ കൊഴിയടു പെണ്ണെ പോവാടി പെണ്ണെ കിളിയെറിയാൻ കമ്പടു പെണ്ണെ കൊഴിയടു പെണ്ണെ പോവാടി പെണ്ണെ കിളിയെറിയാൻ ലെലെ ലെലുനി നമ്പിന തുകലെ ലെലുനി നമ്പിന ലെലെ ലെലുനി നമ്പിന തുകലെ ലെലുനി നമ്പിന അത്തടി പുത്തമടിക്കലും വന്നേ ലെലെ ലെലുനി നമ്പിന അത്തലു പുത്തമടിക്കലും വന്നേ ലെലെ ലെലുനി നമ്പിന ലെലെ ലെലുനി നമ്പിന തുകലെ ലെലുനി നമ്പിന തനദിന ദീന ദിന ദിന തനദിന ദിന തെന്നാര 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 ഏഴേഴു നിലാമലയിൽ പോവാടി മണ്ണ കിളിയെറിയാൻ ഏഴേഴു നിലാമലയിൽ പോവാടി മണ്ണ കിളിയെറിയാൻ തനദിന ദീന ദിന ദിന തനദിന ദിന തെന്നാര തനദിന ദീന ദിന ദിന തനദിന ദിന തെന്നാര ദിന ദീന ദിന ദിന തനദിന ദിന തെന്നാര തനദിന ദീന ദിന ദിന തനദിന ദിന തെന്നാര ലെലെ ലെലുനി നമ്പിന തുകലെ ലെലുനി നമ്പിന ലെലെ ലെലുനി നമ്പിന തുകലെ ലെലി വമ്പിന പാണ്ടിപ്പട വെട്ടി വന്നവനാണിവൻ പാണ്ടിപ്പട വെട്ടി വന്നോന പാണ്ടിപ്പട വെട്ടി വന്നവനാണിവൻ പാണ്ടിപ്പട വെട്ടി വന്നോന പാണ്ടിപ്പട വെട്ടി വന്നവനാണിവൻ പാണ്ടിപ്പട വെട്ടി വന്നോന ചുണ്ടയ്ക്ക പോലെ ചുരുണ്ട് കളിക്കണ് വെള്ളയ്ക്ക പോലെ വിറങ്ങി വെളുക്കണ് ചുണ്ടയ്ക്ക പോലെ ചുരുണ്ട് കളിക്കണ് വെള്ളയ്ക്ക പോലെ വിറങ്ങി വെളുക്കണ് ലെലെ ലെലുനി നമ്പിന തുകലെ ലെലുനി നമ്പിന തനദിന ദീന ദിന ദിന തനദിന ദിന തെന്നാര തനദിന ദീന ദിന ദിന തനദിന ദിന തെന്നാര തനദിന ദീന ദിന ദിന തനദിന ദിന തെന്നാര തനദിന ദീന ദിന ദിന തനദിന ദിന തെന്നാര. മണ്ണിന്റെ മകൻ എന്നും വിളിക്കപ്പെടുന്ന കർഷകൻ രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയും സാമ്പത്തിക സ്ഥിരതയും ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. രാജ്യത്തിലെ ആളുകൾ പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാനും പട്ടിണി മരണങ്ങൾ ഇല്ലാതാക്കാനും നമ്മുടെ രാജ്യത്തെ കർഷകർ വർഷം മുഴുവനും 24 മണിക്കൂറും ജോലി ചെയ്യുന്നു. പക്ഷേ അവർ ദിവസത്തിൽ 2 നേരം ഭക്ഷണം കഴിക്കാൻ പാടുപെടുന്നു. നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ വളർച്ചയ്ക്കും ഉപഭോഗത്തിനും അടിസ്ഥാനം കൃഷിയാണ്. സിന്ധു ചാക്കോ, മാതൃകാ കർഷക. ഞാൻ ഇടുക്കിയിലാണ് താമസിക്കുന്നത്. ഞാനും അമ്മയും 4 മക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഞാൻ 15 വർഷമായിട്ട് കൃഷിയിലോട്ട് വന്നതാണ്. 15 വർഷം മുന്നേ 4 മക്കളെയും കൊണ്ട് ജീവിക്കാനൊരു പ്രതിസന്ധി ഈ ഘട്ടത്തിലാണ് കൃഷിയിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പശു, കോഴി ഒക്കെ തുടങ്ങി. പശുവിൽ നമ്മൾ കുറേയൊക്കെ ലാഭം ഉണ്ടാക്കി. പക്ഷെ എന്നാൽ അതൊന്നും നമുക്ക് ചിലവുകൾക്ക് തികയത്തില്ലാത്തൊരു ഘട്ടം വന്നപ്പോൾ വീണ്ടും നമ്മൾ കോഴി കൂടുതലായിട്ട് ഇറക്കാൻ തുടങ്ങി, മുട്ടക്കോഴികളെ. പിന്നെ നമ്മൾ വലിയൊരു സംരംഭമായിട്ട് കാടക്കോഴി കൃഷി ആരംഭിച്ചു. അപ്പം അതിപ്പോൾ വിജയകരമായിട്ട് തന്നെ നിൽക്കുന്നു. പക്ഷേ നമ്മൾ ഈ 15 വർഷക്കാലം മുമ്പോട്ട് വന്നപ്പോഴും കൃഷിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഒത്തിരി പ്രതിസന്ധികളുണ്ടായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ച് തന്നെയാണ്
നമ്മൾ മുന്നോട്ട് വന്നത്. അപ്പോൾ ഈ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിച്ച് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോഴത്തേനും നമ്മൾ തോറ്റ് പിന്നോട്ട് പോവുക എന്നല്ല, അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോവുക എന്നാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ ഈ കർഷക ദിനത്തിൽ എനിക്കെല്ലാവരോടും പറയാനുള്ളത്, നമ്മളൊരു സംരംഭം തുടങ്ങി അതിൽ എന്തെങ്കിലും ഒരു പാളിച്ചകൾ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വന്നു കഴിയുമ്പോൾ അത് നിന്നിട്ടിട്ടേച്ച് പോവുകയല്ല, അതിൻ്റെ മറ്റൊരു വഴി കണ്ടുപിടിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ തന്നെയാണ് ശ്രമിക്കേണ്ടത്. ഇപ്പം നിലവിൽ ഞാൻ കാട, കോഴി, മീന്, താറാവ്, മുയൽ, തേനീച്ച കൃഷി, അങ്ങനെ വിവിധങ്ങളായ കൃഷികൾ ചെയ്ത് ഒപ്പം പച്ചക്കറി കൃഷിയും അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് വിജയം വരിക്കാനുള്ളതേ ഉള്ളൂ. ഈ കർഷക ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഒരു സാധാരണ വീട്ടമ്മ ആയിരിക്കെ തന്നെ എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ സാധാരണ കുടുംബത്തിലെ സ്ത്രീകൾക്ക് പരിശ്രമിച്ചാൽ നമുക്കൊരു കൈത്താങ്ങാൻ പറ്റും. കാരണം ചെറിയ ചെറിയ കൃഷിയിലൂടെയും ചെറിയ ചെറിയ സംരംഭത്തിലൂടെയും നമുക്ക് വിജയം തന്നെ കൈവരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും കൃഷി ദിനത്തിന്റെ ആശംസകൾ നേരുന്നു. കമ്പടു പെണ്ണെ കൊഴിയടു പെണ്ണെ പോവാടി പെണ്ണെ കിളിയെറിയാൻ, കമ്പടു പെണ്ണെ കൊഴിയടു പെണ്ണെ പോവാടി പെണ്ണെ കിളിയെറിയാൻ, ലേലേ ലേലുനി നമ്പിന തുകലേലേ ലേലുനി നമ്പിന, ലേലേ ലേലുനി നമ്പിന തുകലേലേ ലേലുനി നമ്പിന, അത്തടി പുത്തമടിക്കലും വന്നേ ലേലേ ലേലുനി നമ്പിന, അത്തലു പുത്തമടിക്കലും വന്നേ ലേലേ ലേലുനി നമ്പിന, ലേലേ ലേലുനി നമ്പിന തുകലേലേ ലേലുനി നമ്പിന, തനദിന ദീന ദിന ദിന തനദിന ദിന തെന്നാര, 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 ഏഴേഴു നിലാമലയിൽ പോവാടി മണ്ണ കിളിയെറിയാൻ, ഏഴേഴു നിലാമലയിൽ പോവാടി മണ്ണ കിളിയെറിയാൻ, തനദിന ദീന ദിന ദിന തനദിന ദിന തെന്നാര, തനദിന ദീന ദിന ദിന തനദിന ദിന തെന്നാര, ദിന ദീന ദിന ദിന തന ദിന ദിന തെന്നാര, തന ദിന ദീന ദിന ദിന തന ദിന ദിന തെന്നാര, ലേലേ ലേലുനി നമ്പിന തുകലേലേ ലേലിനി നമ്പിന, ലേലേ ലേലുനി നമ്പിന തുകലേലേ ലേലിലി വമ്പിന, പാണ്ടിപ്പട വെട്ടി വന്നവാനാണിവൻ പാണ്ടിപ്പട വെട്ടി വന്നോന, പാണ്ടിപ്പട വെട്ടി വന്നവനാണിവൻ പാണ്ടിപ്പട വെട്ടി വന്നോന, പാണ്ടിപ്പട വെട്ടി വന്നവനാണിവൻ പാണ്ടിപ്പട വെട്ടി വന്നോന, ചുണ്ടയ്ക്ക പോലെ ചുരുണ്ട് കളിക്കണ് വെള്ളയ്ക്ക പോലെ വിരങ്ങി വെളുക്കണ്, ചുണ്ടയ്ക്ക പോലെ ചുരുണ്ട് കളിക്കണ് വെള്ളയ്ക്ക പോലെ വിരങ്ങി വെളുക്കണ്, ലേലേ ലേലുനി നമ്പിന തുകലേലേ ലേലുനി നമ്പിന, തനദിന ദീന ദിന ദിന തനദിന ദിന തെന്നാര, തനദിന ദീന ദിന ദിന തനദിന ദിന തെന്നാര, തനദിന ദീന ദിന ദിന തനദിന ദിന തെന്നാര, തനദിന ദീന ദിന ദിന തനദിന ദിന തെന്നാര. റേഡിയോ കർഷക ദിനത്തിന് ഇന്ത്യയിൽ വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. കർഷകർ നമ്മുടെ സമൂഹത്തിനു വേണ്ടി ചെയ്യുന്ന അധ്വാനത്തെയും അവരുടെ സേവനത്തെയും അനുസ്മരിക്കുവാൻ കൂടിയാണ് ഈ ദിനം ആഘോഷിക്കുന്നതും ആചരിക്കുന്നതും. ഈ ദിനം ഇന്ത്യൻ ജനതയ്ക്ക് മറ്റേതു ദിനങ്ങളെക്കാളും പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ അധ്വാനവും അർപ്പണവും ആവശ്യമുള്ള ഒരു ജോലിയാണ് കൃഷി. പക്ഷേ ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം കർഷകരും അവരുടെ കാർഷിക ജീവിതത്തെയും തങ്ങളുടെ ജീവിതോപാധി മാത്രമായിട്ടല്ല കണക്കാക്കുന്നത്. മറിച്ച് കൃഷിയെയും അവരുടെ കാർഷിക വിളകളെയും സ്വന്തം തിരിച്ചടയാളമായി അവർ കരുതുന്നു. കർഷകരുടെ പ്രവർത്തനത്തിനും അർപ്പണബോധത്തിനും നന്ദി പറയാനുള്ള അവസരം കൂടിയാണ് ഈ ദിനം. ഇപ്പോൾ ലഭ്യമായ പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് കർഷകരെ പഠിപ്പിക്കാനും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള സമയമാണിത്. മണ്ണിൽ പൊന്നു വിളയിക്കുന്നവരാണ് കർഷകർ. കേരളത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥ വിലയിരുത്തുമ്പോൾ കറുത്ത പൊന്ന് എന്ന് വിളിക്കപ്പെടുന്ന കുരുമുളകിനും സുഗന്ധവിളകളുടെ റാണി എന്നറിയപ്പെടുന്ന ഏലത്തിനും നാണ്യവിളകളിൽ മുന്തിയ പ്രാധാന്യമാണുള്ളത്. കേരളത്തിന്റെ പേരിനു തന്നെ ആധാരമായ കേരനിരകൾ മുൻപത്തേതുപോലെ സമൃദ്ധമായി വളരുന്നില്ല. പലവിധ രോഗബാധകൾ കാർഷിക വിളകളെ ബാധിക്കുമ്പോൾ വിള പരിപാലനം ചെലവേറിയതായി മാറുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഭക്ഷ്യോൽപാദനം നാമമാത്രമായി ചുരുങ്ങി എന്നുള്ളതാണ്. വന്യമൃഗശല്യം രൂക്ഷമായതോടെ കേരളത്തിന്റെ പല വനമേഖലകൾ അതിരിടുന്ന പ്രദേശങ്ങളിൽ കാട്ടാനകളുടെയും കാട്ടുപോത്തുകളുടെയും കാട്ടുപന്നി ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെയും വിളയാട്ടം വർദ്ധിച്ചതോടെ ഭക്ഷ്യവിളകൾ പരിപാലിക്കാൻ കഴിയാതെയായി. ഈ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്.
കാർഷിക പ്രവർത്തനങ്ങൾ കൂടുതൽ എളുപ്പത്തിലാക്കാൻ യന്ത്രവൽക്കരണം ഏറ്റവുമധികം കർഷകർ പ്രയോജനപ്പെടുത്തി വരികയാണിപ്പോൾ. പുതിയ തലമുറയെ കാർഷിക രംഗത്തേക്ക് ആകർഷിക്കാനും കർമ്മപദ്ധതികൾ ഉണ്ടാകണം. കൃഷി ലാഭകരം ആക്കുക എന്നതാണ് പ്രധാനം. കർഷകർക്ക് സമൂഹത്തിൽ വേണ്ടത്ര പരിഗണന ഇല്ലാതാകുന്നതും കാർഷിക മേഖലയിൽ പുതിയ തലമുറ പിന്നോക്കം പോകാൻ കാരണമാകുന്നു. മണ്ണും മനുഷ്യനും ഇഴപിരിയാത്ത ബന്ധമുണ്ടെന്നും മണ്ണിൽ പണിയെടുക്കുന്ന കർഷകനെയാണ് സമൂഹം ഏറ്റവുമധികം ബഹുമാനിക്കേണ്ടത് എന്നുമുള്ള ചിന്ത നമുക്കിടയിലുണ്ടായാൽ നമ്മുടെ രാജ്യം ഇനിയും പുരോഗതിയുടെ പാതയിലൂടെ മുന്നേറുക തന്നെ ചെയ്യും. കർഷകർ നമ്മുടെ സമൂഹത്തിന് ചെയ്യുന്ന അധ്വാനത്തെയും അവരുടെ സേവനത്തെയും അനുസ്മരിക്കുവാനും അവർക്ക് അറിവുകൾ പകർന്നു നൽകുന്നതിനുമുള്ള റേഡിയോയുടെ പ്രതിബദ്ധത കൂടി ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഏലപ്പുലയേലോ ഏലേലപ്പുലയേലോ ഏലപ്പുലയേലോ ഏലേലപ്പുലയേലോ ഏലപ്പുലയേലോ ഏലേലപ്പുലയേലോ ഏലപ്പുലയേലോ ഏലേലപ്പുലയേലോ ഏലപ്പുലയേലോ ഏലേലപ്പുലയേലോ തേവോ തേവോ തേവട തേവാ നീ നിന്റെ കിന്നാരം പാട്ടുകൾ മൂളാതെ തേവോ തേവോ തേവട തേവാ തേവോ 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 തേവട തേവാ തേവോ 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 തേവട തേവാ നീ നിന്റെ കിന്നാരം പാട്ടുകൾ മൂളാതെ തേവോ തേവോ തേവട തേവാ തേവോ തേവോ ഏലപ്പുലയേലോ ഏലേലപ്പുലയേലോ ഏലപ്പുലയേലോ ഏലേലപ്പുലയേലോ ഏലപ്പുലയേലോ ഏലേലപ്പുലയേലോ ഏലപ്പുലയേലോ ഏലേലപ്പുലയേലോ ആ കാണും പാടം നെടുവയൽ നമ്മുടെ മുക്ക ജീവനെ തിന്നതല്ലേടാ. ആ കാണും പാടം നെടുവയൽ നമ്മുടെ മുക്ക ജീവനെ തിന്നതല്ലേടാ. ഏറൻ്റപ്പ ഏറപ്പ ഏലലൻ്റപ്പ ഏറൻ്റപ്പ ഏറപ്പ ഏലലൻ്റപ്പ ഏലപ്പുലയേലോ ഏലേലപ്പുലയേലോ ഏലപ്പുലയേലോ ഏലേലപ്പുലയേലോ ഏലപ്പുലയേലോ ഏലേലപ്പുലയേലോ ഏലപ്പുലയേലോ ഏലേലപ്പുലയേലോ ഏലപ്പുലയേലോ ഏലേലപ്പുലയേലോ ഒന്നു രണ്ടെങ്കിലും കൊത്താതെ തേവാതെ മുണ്ടകപ്പാടം വിളയുമോട. ഒന്നു രണ്ടെങ്കിലും കൊത്താതെ തേവാതെ മുണ്ടകപ്പാടം വിളയുമോട. ഏറൻ്റപ്പ ഏറപ്പ ഏലലൻ്റപ്പ ഏറൻ്റപ്പ ഏറപ്പ ഏലലൻ്റപ്പ ഏലപ്പുലയേലോ ഏലേലപ്പുലയേലോ ഏലപ്പുലയേലോ ഏലേലപ്പുലയേലോ ഏലപ്പുലയേലോ ഏലേലപ്പുലയേലോ ഏലപ്പുലയേലോ ഏലേലപ്പുലയേലോ പാലപ്പൻ ചങ്കുമേ നോക്കിയിരുന്ന പാലും തേനും ഒഴുകുമോടാ. പാലപ്പൻ ചങ്കുമേ നോക്കിയിരുന്ന പാലും തേനും ഒഴുകുമോടാ. ഏറൻ്റപ്പ ഏറപ്പ ഏലലൻ്റപ്പ തേവോ തേവോ തേവട തേവാ നീ നിന്റെ കിന്നാരം പാട്ടുകൾ മൂളാതെ തേവോ തേവോ തേവട തേവാ തേവോ 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 തേവട തേവാ തേവോ തേവോ. കർഷകർ ആദരിക്കപ്പെടുമ്പോൾ റേഡിയോ കർഷക ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി ദേവികുളം നിലയം അവതരിപ്പിച്ച ചിത്രീകരണം സമാപിക്കുന്നു. രചന ആന്റണി മുനിയറ. ആഖ്യാനം പ്രഫുൽ ഷിജി. ഗാനാലാപനം അജീഷ് തായില്യം. നിർവഹണം മാത്യു ജോസഫ്. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം താൻ ഇന്ത്യ തൻ പ്രതാപം.
കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.